10 லட்சமும் காரும் எங்கிட்ட இருந்து காமதேவன் யாரும் வாங்கினாலும் சரி நிச்சயமா அடிக்கும். நீ வெளிய வாச்சுக்கு அடிக்கണ്ട ஒரு டிக்கெட் തന്നെ. அப்படியா? இந்த பாட்டு பாருங்க உங்களுக்கு தான். ഇത്തവണയെങ്കിലും അടിക്കോ? എന്താ നിനക്കൊരു അടി വേണമെന്നുണ്ടാ? നമസ്കാരം, സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലോട്ടറീസ് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് നമ്മൾ റോട്ടിൽ കൂടെ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ലോട്ടറി എടുക്കും. അതായത് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 800 മുതൽ 1000 രൂപ വരെ മാക്സിമം പൈസയ്ക്ക് ഇന്നത്തെ ലോട്ടറി നമ്മൾ എടുക്കും. ഇന്നത്തെ ലോട്ടറി നിർമ്മൽ ലോട്ടറി എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ലോട്ടറിക്ക് 40 രൂപയാണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നേരെ ലോട്ടറി എടുക്കാൻ പോവാം. ഭാഗ്യമുണ്ടെങ്കിലോ വൈകുന്നേരമത്തെ ഒരു കോടീശ്വരനായാലോ. ഓക്കെ, യെസ്, നമ്മളങ്ങനെ ഭാഗ്യ പരീക്ഷണത്തിനായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിത് ഇടത്തോട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ കമ്പളക്കാട് ടൗണാണ്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് പോകും. നമ്മൾ സാധാരണ റൈറ്റാണ് പോകുന്നത് കൽപ്പറ്റ ഭാഗത്തേക്ക്. ഇത് നമ്മൾ മാനന്തവാടി റൂട്ടിലോട്ട് തിരിഞ്ഞു. ഈ റൂട്ടിൽ ചിലപ്പോഴേ റോട്ടിൽ കൂടെ ഈ ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പല സമയങ്ങളിൽ. നോക്കാം, ഇന്നിപ്പോൾ കാണുമെന്നറിയില്ല. എന്തായാലും നമ്മളൊരു 8 മുതൽ 10 പേരുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ലോട്ടറിയിൽ നിന്ന് എടുക്കും. ഒരു ലോട്ടറിക്കാരനെ കണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇന്നത്തെ അല്ലേ? ഇങ്ങോട്ടൊന്നോ ഏതാണ്ട് 2 നമ്പർ വ്യത്യസ്തമായ നമ്പർ നിങ്ങൾ തന്നെ എടുത്താ. 2 ലോട്ടറിയാ, 2 ഒരു വ്യത്യാസം. ഒരു പൂജ്യമുള്ളത് ഒരു പൂജ്യം അല്ലാത്ത എന്താ ചേട്ടൻ ഈ ഭാഗത്ത് തന്നെയാണ് കൊടുക്കുന്നത്? ഈ ഭാഗത്ത് കൊടുക്കുന്നത് അല്ലേ? ഏത് കമ്പളക്കാട് ഭാഗം അല്ലേ? നാല് മണിക്കല്ലേ അല്ലേ? 3 മണിക്കാ. ആ ഓക്കെ, അടിക്കുന്നു വിചാരിക്കാം അല്ലേ? എത്ര? 80? എവിടം വരെ പോകും? കണിയാൻ പറ്റുമോ? ആണോ? ആ എന്നാ ശരി. ആ അതെ അതെ ശരിയാ. ഒരു ടിക്കറ്റ് 40 രൂപയാണ്. ഇതിപ്പോൾ നമ്മൾ കമ്പളക്കാട് നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഇതെടുത്തത്. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നമ്മുടെയൊക്കെ പഞ്ചായത്താണ്. നമ്മളിത് പച്ചിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടോ. അപ്പോൾ നേരെ പോകുന്ന കണ്ടില്ല, ഈ നേരെ പോകുന്നത് പനമരത്തേക്കാണ്. നമ്മളിവിടെ റൈറ്റിലോട്ട് തിരിയുക കേട്ടോ. ഇപ്പോൾ മീനങ്ങാടി, നമ്മളിപ്പോൾ കയറിയത് മീനങ്ങാടി റോട്ടിലോട്ടാണ്. ഈ റോട്ടിൽ ആരെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. നല്ല വയൽ ഏരിയ കേട്ടോ. ഓക്കെ, വലതുവശം മുഴുവൻ വലതുവശം നല്ല വയലുകളാണ്. വയലിൽ കുറേ കൊക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി സീനാട്ടോ. ചെറിയ മഴക്കാറുണ്ട്. നമുക്ക് കുറേ താറാവ് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളാണ്, പക്ഷേ കോഴികളൊക്കെ കൊന്നെടുക്കുകയാണല്ലോ കൃഷിപ്പണി കാരണം. ഇന്നത്തെ അല്ല ഏട്ടാ, ഏതെങ്കിലും എന്താ 2 അല്ല ഒരേ നമ്പർ വേണ്ട, 2 വ്യത്യസ്തമായ നമ്പർ നന്നായി. ഇതാണ് വ്യത്യസ്തം. ചൂടുണ്ട് അല്ലേ? പക്ഷെ മഴ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നാണ് പറയുന്നത്. ചേട്ടൻ എവിടം വരെ പോകും? വലുതൂറോ? കരണി വരെ അല്ലേ? ശരി, ആയിക്കോട്ടെ. പനങ്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് ഇപ്പോൾ നമ്മൾ 2ാമത്തെ ലോട്ടറി എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ 4 ലോട്ടറി എടുത്തു. 160 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി നമ്മളൊരു 6 പേരുടെ കയ്യിൽ നിന്നും കൂടി എടുക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നോക്കാം നമുക്ക്. വയനാട്ടിലെ ഏറ്റവും മോശപ്പെട്ട റോഡുകളിൽ ഒന്നായിരുന്നു അത്. റോഡുകളിലൊന്നുമല്ല, ഏറ്റവും മോശപ്പെട്ട റോഡ് തന്നെയായിരുന്നു ഈ റോഡ്. അതായത് മീനങ്ങാടി പച്ചിലക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, റോഡാണിത്. ഇത് എപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് വീതിയില്ലാതെ ആൾക്കാർ ഈ റോട്ടിൽ കൂടെ പോവാതെ വേറെ റോട്ടിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു വർഷം മുമ്പ് വരെ, 1.5 വർഷം മുമ്പ് വരെ. ആ റോഡാണിത്. എന്നാ സൂപ്പർ റോഡാക്കി നോക്കി. ഇതിപ്പോൾ കാര്യമ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് കേട്ടോ. വയനാട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോവുകയാണ്. കേണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റൂട്ടിലോട്ട് നമ്മൾ തിരിയുകയാണ്. അത് ഇച്ചിരി ഒരു ഗ്രാമപ്രദേശം പോലത്തെ റോഡാണ്. അപ്പം റോഡിലൂടെ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരെ കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നോക്കാം നമുക്കുണ്ടോ. ഇത് കാര്യമ്പാടി സ്കൂൾ കേട്ടോ. ഞാൻ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും പഠിച്ച സ്കൂളാണ്. നമ്മൾ ചതിക്കപ്പെട്ടു പോയിട്ടോ. നമുക്ക് ഒരു ലോട്ടറിക്കാരനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല കേണിച്ചിറ എത്തുന്നവരെ. ഇതാണ് കേണിച്ചിറ ടൗൺ. ഏതായാലും ഇവിടെ നിന്ന് ചില പെട്രോൾ അടിക്കണം. ഒരു 100 രൂപയ്ക്ക് അടിച്ചു ചേച്ചി. 85 രൂപ 72 പൈസയാണ് ഇന്നത്തെ പെട്രോളിൻ്റെ വില കേട്ടോ വയനാട്ടിൽ. ഇങ്ങോട്ട് പോയി നോക്കാം.
അങ്ങോട്ട് റോഡ് പണി നടക്കുക. ഏതായാലും റോഡ് പണി നടക്കുന്നതിലൂടെ ലോട്ടറി കച്ചവടം നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടി തിരിക്കാം. തിരിച്ച് വേറെ ഏതെങ്കിലും റൂട്ട് നോക്കാം. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറിക്കാരുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ നമ്മൾ തേടി കണ്ടുപിടിക്കുന്നു. റോഡിലൂടെ നടന്നു നിൽക്കുന്ന ആൾക്കാർ കേട്ടോ. നമ്മൾ കടകളിൽ കയറി എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ. നമ്മളങ്ങനെ വന്ന് എവിടെ എത്തിയെന്നറിയോ? നമ്മളിപ്പം പുൽപ്പള്ളി സുൽത്താൻ ബത്തേരി റോട്ടിലാണുള്ളത്. നമ്മൾ കുറേ നേരം കൊണ്ട് ഒരു ലോട്ടറി വിൽക്കുന്ന ആൾക്കാരെ റോട്ടിൽ കാണുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഭാഗങ്ങളൊക്കെ ലോട്ടറി എടുക്കുന്ന ആൾക്കാരൊക്കെ കുറവായിരിക്കും. റോഡിൻ്റെ 2 സൈഡും ഫോറസ്റ്റാണ്. ബത്തേരി പുൽപ്പള്ളി റോഡാണ്. ഇഷ്ടംപോലെ ആനേനെയും കടുവനെയൊക്കെ സ്പോട്ട് ചെയ്യുന്ന ഒരു റോഡാണിത്. ഇതുണ്ടോ ഒരു ഏറുമാടം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഏറുമാടാണത്. രാത്രി അവിടെ കാവലുണ്ടാവും. നല്ല കാടാട്ടോ. നോക്കി ഇഷ്ടംപോലെ ആനയും കടുവയൊക്കെ ഉള്ള കാടായത്. ഉള്ളിലോട്ടൊക്കെ മാതമംഗലം എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉള്ളിലോട്ടുണ്ട്. അവിടെയൊക്കെ നല്ല കടുവകളുണ്ട്. ഒരു ഭീകരത തന്നെ അല്ലേ. നമ്മൾ ലോട്ടറി തപ്പി ലാസ്റ്റ് ഇപ്പോൾ കാട്ടിലെത്തിയില്ല ദൈവമേ. ഇവിടെ ബത്തേരി ടൗൺ കേട്ടോ. ഇന്നത്തെ അല്ലേ? ഇന്നത്തെ ഇല്ല. എന്നാണ് ചോദിച്ചേക്കാം. ഇന്നത്തെ ആണോ? ഒരു 2 എടുത്താ. 2 വെറൈറ്റി നമ്പറാ. 2 വ്യത്യാസമുള്ള നമ്പർ. എന്താ ലോട്ടറി വിൽക്കുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പോൾ നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരാളെ പോലും കണ്ടിട്ടാ. ഇല്ല ആണോ? അത് ശരി. ഇപ്പം എല്ലാ ദിവസവും ലോട്ടറി ഇല്ല അല്ലേ? വ്യാഴാഴ്ച മാത്രമില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ചേട്ടാ ടൗണിലാണ് വിൽക്കുന്നേ ആണോ? ശരി. നമ്മളങ്ങനെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും നമുക്ക് ഒരു 2 ലോട്ടറി എടുക്കാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ മൊത്തം നമ്മൾ 3 പേരുടെ ഇന്ന് ലോട്ടറി എടുത്തു കേട്ടോ. ഇനി ഒരു 3-4 പേരുടെ കൂടി നമുക്കിന്ന് എടുത്തിട്ട് വേണം നമുക്കിന്ന് നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കാൻ. 2 വ്യത്യസ്ത നമ്പർ ഒന്നായേ. എങ്ങനെയുണ്ട് കച്ചവടം? ആണോ? നോക്കട്ടെ. 25 അല്ലാതെ വേറെ ഉണ്ടോ നോക്ക്. എല്ലാം 25 രൂപ. എന്നാ 60 ലാസ്റ്റ് നമ്പറാ. എത്ര ലോട്ടറി എടുക്കും ഒരു ദിവസം? 60 ലോട്ടറിയോ? ആണോ? ആണല്ലേ? എവിടം വരെ പോവും? ആ ബീനാച്ചി ബത്തേരി ഏരിയ അതോ ബീനാച്ചി ഏരിയ? ബീനാച്ചേരി മാത്രം കൊടുക്കും അല്ലേ? എന്താ പേര്? ബാബുരാജ. ഇവിടെ പള്ളൂര്. വയനാട്ടുകാരല്ലേ നിങ്ങള്? വയനാട് തന്നെയാണോ? എന്നായിക്കോട്ടെ. അതാ ഞാൻ ചോദിച്ച. അതാ ഞാൻ സംസാരം കേട്ടപ്പോ എനിക്ക് ഒരു സംശയം തോന്നി. 8 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? ആണല്ലേ? ഓ, ലോട്ടറി ബിസിനസ് ആണോ പ്രധാനം? ആണല്ലേ? എത്ര മണി വരെ കൊടുക്കും ഇത്? ആണോ? മെച്ചാണോ ലോട്ടറി? ആണല്ലേ? പ്രൈസ് അടിച്ചാ കമ്മീഷൻ അല്ലേ? 60 ലോട്ടറി എടുക്കും ഒരു ദിവസം. ഇത് ഏത് ഏജൻസിയിലാ ലോട്ടറി? VR അല്ലേ? ഇത് എവിടെയാ? ബത്തേരിയാ? ആയിക്കോട്ടെ, എന്നാ ശരി കേട്ടോ. ഓക്കെ. ബത്തേരി കൽപ്പറ്റ റൂട്ടിലാണുള്ളത്. കൽപ്പറ്റ വരെ എത്ര പേരെ കിട്ടുന്നു അത്രയും നമുക്ക് എടുത്ത് ഇന്നത്തെ ലോട്ടറി പോയത് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇതൊരു ലോട്ടറിക്കാരനാണെന്ന് തോന്നുന്നു. ലോട്ടറിയാ? ഇന്നത്തെ ആണോ കേട്ടോ? ഒരു 2 ഏതെങ്കിലും ഒരു വ്യത്യാസമായ നമ്പർ. ചേട്ടനവിടെ ബീനാച്ചി ആണോ? ആനപ്പാറയാ? ബീനാച്ചി വരെ പോവായിരിക്കും അല്ലേ? ആണോ? ഈ പൂജ്യത്തിൽ തുടങ്ങുന്ന ലാസ്റ്റത്തിലെ പൂജ്യത്തിലല്ല വേറെ ഇതിലുണ്ടോ നോക്കി? എല്ലാം പൂജ്യ. പൂജ്യം. ഇത് 0304 0638 അല്ലേ? ആണോ എന്ന് വിചാരിക്കാം അല്ലേ?
ചേട്ടൻ എത്ര എടുക്കും ഒരു ദിവസം എത്ര എടുക്കും? ആ അത്ര എടുക്കും അല്ലേ? വലിയ കച്ചവടം അല്ലേ? അപ്പൊ നടക്കുക അതോ വേറെ വണ്ടി പോവോ? ഫുള്ള് ആ ആണോ? ഇത്രയും ദൂരോ? ആഹാ. ഇന്നിപ്പോ ഞാൻ മീനങ്ങാടിക്ക് നടന്നുകൊണ്ടോ. മീനങ്ങാടിക്ക് അപ്പൊ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും? ചിലപ്പോ 10 കൽപ്പറ്റയ്ക്ക് നടക്കും. കൽപ്പറ്റ വരുമോ? എന്താ പേരെന്താ? വിജയൻ. എവിടെ വെച്ച് തീർന്നു ടിക്കറ്റ്? അവിടെ വെച്ചാൽ 250 ടിക്കറ്റ് രാവിലെ എടുക്കും, എന്നിട്ട് അതും കൊണ്ട് നടക്കും ആണല്ലേ? 3 മണി 3 മണിക്കല്ലേ നറുക്കെടുപ്പ്? അപ്പൊ 2:30 വരെ കച്ചവടം നടക്കും അല്ലേ? ചിലപ്പോ 2 മണിയാകുമ്പോൾ തീരും ചെയ്യും. അത് കാറുകാരും ബൈക്കുകാരും എല്ലാവരും എടുക്കും. ഓട്ടോക്കാരൊക്കെ എടുക്കും. ആണല്ലേ? അവര് നമ്മളെ പോലെ 1-2 ടിക്കറ്റ് ഇല്ല. കുറെ എടുക്കും, സെറ്റ് എടുക്കും അല്ലേ? ഇതിപ്പോ അവിടുന്ന് 2 സെറ്റ് പൊരിക്കാൻ എടുക്കും. ഇനിയിപ്പോ ഇത്ര ബാക്കിയുള്ളൂ അല്ലേ? ഇതിപ്പോ കുറച്ചല്ലേ ഉള്ളൂ. എവിടെ വീട്? എവിടെയാ? ആനപ്പാറ. ആ ശരി ശരി എന്നാട്ടോ. നമ്മളിപ്പോ കണ്ട ആള് 250 ടിക്കറ്റ് ഡെയിലി എടുക്കുന്ന ആളാണ്. ഒരു ഭീകരനായിരുന്നു കേട്ടോ. 250 ടിക്കറ്റ് എന്ന് പറഞ്ഞാല് അത് കച്ചവടം ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല കഴിവ് വേണം. പുള്ളി ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റ വരെയൊക്കെ നടക്കും പോലും ചില ദിവസങ്ങളിൽ. അതായത് ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റ എന്ന് പറയുമ്പോൾ 25 കിലോമീറ്റർ ഉണ്ട്. ഇന്നത്തെയാണോ? ഏതെല്ലാം രണ്ടെന്താ? ഇത്രയുള്ള ബാക്കി. ഇതെന്താ നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ ഉണ്ടോ? എല്ലാവർക്കും ഇല്ലല്ലോ. പക്ഷേ എന്താ അസോസിയേഷനാ? ഏതാ? അങ്ങനെയാ, അതുകൊണ്ടാ യൂണിഫോം അല്ലേ? വേറെ കുറച്ച് ആൾക്കാരെ കണ്ടവരെ ഒന്നും യൂണിഫോം ഇല്ല. ആ അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അലവൻസ് ഉണ്ടോ? ആ ആണോ? ഓ അത് ശരി. മാസം ഇതിന്റെ പൈസ അടയ്ക്കുന്നു. ഒരു മാസത്തിൽ കച്ചവടം ചെയ്യുന്ന. ആണോ? ഇതിപ്പോൾ ഏത് ഏജൻസിയിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾ? ലോട്ടറി ഓഫീസിൽ നിന്ന് കൽപ്പറ്റ അല്ലേ? കടയിൽ നിന്ന് എടുക്കും. ആണോ? അപ്പോൾ ഒരു ദിവസം എത്ര എടുക്കും? 120, ഇവിടെ നിന്ന് ഒരു 50, 170 ടിക്കറ്റ്. ബത്തേരി ഇല്ല, മീനങ്ങാടി ഏരിയ തന്നെ കൊടുക്കുന്ന മുഴുവൻ ആണല്ലേ? ഇവിടെ തന്നെയാ അല്ലേ? കമ്മീഷൻ കൂടുതലുണ്ടോ നിങ്ങൾക്ക്? സെയിം തന്നെയാ? എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിനൊക്കെ അങ്ങനെയുണ്ട് അല്ലേ? പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ? പിന്നെ പെൻഷൻ ഒരു ബോണസ് വരും ഓണത്തിന്. ഓ അങ്ങനെയൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ. ഓ അത് ശരി. ആയിക്കോട്ടെ എന്നാൽ ശരി. അങ്ങനെ നമ്മൾ 7ാമത്തെ ടിക്കറ്റ് മീനങ്ങാടി ടൗണിൽ നിന്നാട്ടോ എടുത്തേക്കുന്നത്. ഇനി ഒരാളെയും കൂടി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റായി. ഒരാളെയും കൂടി കാണുന്നുണ്ട്, ആണെങ്കിൽ നമുക്ക് അതും കൂടി എടുത്ത് നിർത്താം. ചേട്ടാ ഇന്നത്തെ ആണോ? ഏതെങ്കിലും രണ്ടെന്താ? അടുത്ത നമ്പറാ അല്ലേ? ഒരെണ്ണം മതി. പുള്ളി ഫോണിലായിരുന്നു, നമുക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒരെണ്ണം എടുത്തോളൂ. അപ്പോൾ നമ്മളിപ്പം കൽപ്പറ്റ ടൗണിലേക്ക് പോകുന്നില്ല. കൽപ്പറ്റയിൽ നിന്ന് കൈനാട്ടി വഴി തിരിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുക. അപ്പോൾ പോകുന്ന വഴിക്കിന് ആരെങ്കിലും വീടെത്തുന്നതിനുള്ളിൽ വേറെ ആരെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരെ തന്നെ എടുക്കാം. ഓക്കെ വിടാം. യെസ്, നമ്മളങ്ങനെ നമ്മുടെ ഹോം ടൗണായ കമ്പളക്കാട് എത്തി. നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററാണ് നമ്മുടെ വീട്ടിലോട്ടുള്ളത്. അങ്ങനെ നമ്മൾ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി റോഡിലൂടെ നടന്ന് ലോട്ടറി വിൽക്കുന്ന 8 പേരുടെ കയ്യിൽ നിന്നും നമ്മൾ ലോട്ടറി എടുത്തു. ഏകദേശം 15 ലോട്ടറിയാണ് കേട്ടോ നമ്മൾ എടുത്തത്. 15 ലോട്ടറിക്ക് നമുക്ക് ഏകദേശം 600 രൂപയാണ് ചിലവായത്. ഇപ്പോൾ സമയം 1:25, 3 മണിക്കാണ് നറുക്കെടുപ്പ്. അപ്പോൾ റിസൾട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ഈ വ്ലോഗ് ചെയ്തതിൻ്റെ കാരണം ഒന്ന് ഭാഗ്യപരീക്ഷണം തന്നെ. ലോട്ടറി അടിക്കോ ഇല്ലയോ എന്നുള്ള ഒരു ജിജ്ഞാസ. അടിച്ചാൽ നമ്മുടെ രക്ഷപ്പെട്ടല്ലോ. 2, ഈ ലോട്ടറി ഇങ്ങനെ റോഡിലൂടെ നടന്ന്, കടകളല്ല, ഏജൻസി അല്ല, റോഡിലൂടെ നടന്ന് വിൽക്കുന്ന ആൾക്കാരുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ജീവിത രീതി അറിയുക. 3, നമ്മുടെ ഒരു ദിവസത്തെ കണ്ടൻറ്റ്, മോട്ടോ വ്ളോഗിങ് കണ്ടൻറ്റ്. അപ്പോൾ ഇതെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ വിജയകരമായി നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ നമുക്കിനി 3 മണിക്ക് ലോട്ടറി നറുക്കെടുപ്പിന് ശേഷം കാണാം. ഓക്കെ. കിട്ടണേട്ടാ, കാമധേനുവിന്റെ ഫലം
കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. ഒന്നും അടിച്ചില്ല. ഒരു 10 നമ്പറിന് ഒരു ടിക്കറ്റിൽ 5000 രൂപ പോയി. ബാക്കി ഒന്നും 7 അയലത്ത് പോലും എത്തിയില്ല. ഭാഗ്യം അടുത്തൊന്നും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഭാഗ്യക്കുറി എടുക്കുന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നാളെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.